നമസ്കാരം. കറ്റാർ വാഴയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് അറിയാത്തവർ വളരെ വിരളം തന്നെയായിരിക്കും. ധാരാളം ഔഷധ ഗുണങ്ങളാൽ സമ്പന്നം തന്നെയാണ് കറ്റാർ വാഴ. പല വീടുകളിലും കറ്റാർ വാഴ നട്ട് വളർത്തുന്നവരുമുണ്ട്. എന്നാൽ വാസ്തു നിർദ്ദേശപ്രകാരം ആയിരിക്കില്ല പലരും ഇത് നട്ടിട്ടുണ്ടാവുക എന്നതാണ് വാസ്തവം. കറ്റാർ വാഴ നടുന്നതിലും വാസ്തുപരമായി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അവ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടായിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് വാസ്തുശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കറ്റാർ വാഴ വീട്ടിൽ നടുന്നത് നിങ്ങൾക്ക് ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായി തീരും. കൂടാതെ പ്രധാനമായും സന്തോഷം, സമൃദ്ധി എന്നിവ വീടുകളിൽ കുടിയിരിക്കുന്നതിന് സഹായകരമായി തീരും. വാസ്തുശാസ്ത്രപ്രകാരം കറ്റാർ വാഴ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നടാം. അത് കിഴക്കോ വടക്കോ ദിശകളാണ് എങ്കിൽ കൂടുതൽ ഉത്തമവുമാണ്. കുടുംബാംഗങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ കറ്റാർ വാഴ സഹായകരം തന്നെയാകുന്നു. അതിനാൽ വീടുകളിൽ നിർബന്ധമായും വളർത്തേണ്ടതായ ഒരു സസ്യമായി തന്നെ കറ്റാർ വാഴയെ പരാമർശിക്കാം. ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ ഇവ സഹായകരമാണ്. കഠിനാധ്വാനം ചെയ്തിട്ടും ജോലിയിൽ പുരോഗതി ലഭിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് ഒരു കറ്റാർ വാഴ നടാം. കറ്റാർ വാഴ ജോലി ലഭിക്കുന്നതിനും ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഇല്ലാതാക്കുവാനും സഹായകരമാണ് എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. കറ്റാർ വാഴ വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ നട്ടുപിടിപ്പിച്ചാൽ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ മികച്ചതായി തീരും. വടക്ക് കിഴക്ക് ഭാഗത്ത് കറ്റാർ വാഴ നടുന്നത് സൗന്ദര്യ പരിപാലനത്തിന് സഹായകരമായി തീരും എന്നാണ് പറയുക. ചർമ്മവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഈ ദിശയിൽ നട്ട കറ്റാർ വാഴ തൊലി കളഞ്ഞ് അതിൽ നിന്നും ജെൽ നീക്കം ചെയ്ത് ചർമ്മത്തിൽ പുരട്ടാം. കറ്റാർ വാഴ വീടിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ പോസിറ്റീവ് ആക്കുന്നു എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. കറ്റാർ വാഴ നന്നായി വളരുവാൻ ഇത് അമിതമായി നനയ്ക്കാതിരിക്കുക എന്ന കാര്യം ഓർക്കണം. എപ്പോഴും സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണം ഇവ നടാൻ. പടിഞ്ഞാറ് ദിശയിൽ കറ്റാർ വാഴ നട്ടുപിടിപ്പിച്ചാൽ ക്ഷീണമകറ്റുകയും ഭാഗ്യം നിങ്ങളെ ഓരോ ചുവടുവയ്പിലും അനുകൂലമാക്കി തീർക്കും, അല്ലെങ്കിൽ തുണയ്ക്കും എന്ന് തന്നെ പരാമർശിക്കാം. വാസ്തുവിൽ ഇപ്രകാരമാണ് പരാമർശിച്ചിട്ടുള്ളത്. വീട്ടിലെ ഏത് ദിശയിലും നടാവുന്ന ഒരു സസ്യം എന്ന പ്രത്യേകത കറ്റാർ വാഴയ്ക്കുണ്ട്. എന്നാൽ ചില തെറ്റുകൾ കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് ആ വീടിന് ദോഷമായി ഭവിക്കും. വളരെയധികം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരും. എന്തെല്ലാമാണ് ആ തെറ്റുകൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിൽ പ്രധാനപ്പെട്ടതായ കാര്യം പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടാണ്. പ്രധാന വാതിലിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ അറിയണം. പ്രധാന വാതിലിലൂടെയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി കടന്നു വരിക. കൂടാതെ പോസിറ്റീവായ ഊർജം കടന്നു വരുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. പോസിറ്റീവായ ഊർജം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ്. കൂടാതെ ഒരു വീടിന് ഏറ്റവും ദോഷകരമായ നെഗറ്റീവായ ഊർജവും പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ്. പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് അതിനാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ദോഷകരമായ ഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് കാരണമായി തീരും. പ്രധാന വാതിലിന് തൊട്ടു മുൻപിലായി പ്രധാന വാതിൽ മറയും വിധം കറ്റാർ വാഴ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല.
ആ വീടുകളിൽ ദോഷകരമായ കാര്യങ്ങൾ, നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. പ്രധാന വാതിലിന് തടസ്സം വരാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ഇവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ പ്രധാന വാതിലിന്റെ ഇരുവശത്തും പ്രധാന വാതിലിന് തടസ്സമില്ലാത്ത രീതിയിൽ വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും. ചപ്പ് ചവറുകൾ ഒരിക്കലും കറ്റാർവാഴയുടെ അടുത്ത് കൂട്ടിയിടാൻ പാടുള്ളതല്ല. അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് പോസിറ്റീവായ ഊർജം ശരിയായ രീതിയിൽ കടന്നു വരുന്നതിന് സഹായകരമായി തീരും. മാറ്റേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്ന് അഴുക്ക് ജലമാണ്. പലരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം. അഴുക്ക് ജലം കറ്റാർവാഴയുടെ അടുത്ത് വരുന്നത് ശുഭകരമല്ല. അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. വാസ്തു ചെടി ആയതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധ പുലർത്തണം. മാറാല തുടങ്ങിയ കാര്യങ്ങൾ വരാതിരിക്കുവാൻ അഥവാ ചിലന്തിവല വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുണ്ട് എങ്കിൽ അത് അലക്ഷ്മി മൂദേവി സാന്നിധ്യത്താൽ സംഭവിക്കുന്നതായ കാര്യമാണ്. അതിനാൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. മാറാല കളയേണ്ടതായിട്ടുണ്ട്. കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നതായ സാഹചര്യം, ഉണങ്ങി നിൽക്കുന്നതായ സാഹചര്യം, ഇത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ ആ കറ്റാർവാഴ മാറ്റേണ്ടത് അനിവാര്യമാകുന്നു. ഒരിക്കലും പിന്നീട് അത് വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. ഉപയോഗിക്കാൻ എടുത്താൽ അത് ആവശ്യത്തിന് മാത്രമായി നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായി കളയരുത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് കണക്കാക്കി മാത്രം എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ കളയുന്നതും അത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റൊന്ന്, മുള്ളുള്ള ചെടികളുണ്ട് എങ്കിൽ ആ ചെടികളുടെ അടുത്ത് ഇവ വയ്ക്കുവാൻ പാടുള്ളതല്ല. റോസാ പുഷ്പം ഒഴിച്ചുള്ള അഥവാ റോസാ ചെടി ഒഴിച്ചുള്ള മറ്റു ചെടികൾ, മുള്ളുള്ള ചെടികൾ അത്ര ശുഭകരമല്ല. അതിനാൽ അത്തരത്തിലുള്ള ചെടികളുടെ അടുത്ത് കറ്റാർവാഴ വയ്ക്കുന്നതും ശുഭമല്ല. ചവറ് കൂട്ടിയിട്ട് കത്തിക്കുവാൻ പാടുള്ളതല്ല. അതായത് കറ്റാർവാഴയുടെ തൊട്ടടുത്തായി ഇപ്രകാരം ചെയ്യുന്നത് ശുഭമല്ല എന്നതാണ് വാസ്തവം. നല്ലതിന് ചെയ്ത് മോശമായി തീരുന്നതായ സാഹചര്യം, മോശം ഫലങ്ങൾ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും. ഒഴിവാക്കേണ്ടതായ ഒന്നാണ്. ഇവയിൽ ഒരിക്കലും വള്ളിച്ചെടികൾ പടരാതെ നോക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ദാരിദ്ര്യമാണ് ഫലമായി വന്നു ചേരുക. ദാരിദ്ര്യപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ഇവ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കറ്റാർവാഴ വീടിന് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്ന ചെടിയാണ്. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം ചെറിയ തെറ്റിനാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ പോസിറ്റീവായ ഊർജം, ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ അത് നഷ്ടമാകുന്നതിന് കാരണമായി തീരും. അതിനാൽ കറ്റാർവാഴ വളർത്തുമ്പോൾ ഈ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക.